പരിപാടി സംഘഗാനമായിട്ടാണ് ഞങ്ങൾ ഈ യാത്രയിൽ ഇവിടെ പോയത്. അത് ശ്രീ സന്തോഷ് പറഞ്ഞു, ശ്രീ വാസുദേവൻ പനപ്പള്ളി, ശ്രീ എസ് രാജേന്ദ്രബാബു, അതുപോലെ ശ്രീ ബിജു പൗലോസ്, ഇങ്ങനെ 3 പേരുടെ വളരെ ശ്രമകരമായ സർഗാത്മകമായ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് അതിനെ ഒരു ശീർഷകഗാനം എന്ന് പറയുന്നില്ല, ഒരു വിളംബര ഗാനമായി ഞങ്ങൾക്ക് ഈ പോയ സ്ഥലങ്ങളൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഒട്ടേറെ ആൾക്കാർ, ഇവിടെ ഇല്ലാതിരുന്ന കുറേ ആൾക്കാർ, ഞങ്ങൾ ഈ യാത്രയിലുടനീളം അനുവർത്തിച്ചു പോകുന്ന ഒരു സമീപനം, ഓരോ പ്രദേശങ്ങളും ഗിരിജയും 1-2 സ്ഥലങ്ങൾ വന്നതായി ഓർമ്മ. ഇവിടെ ഇരിക്കുന്ന പലരും അതാത് പ്രദേശങ്ങളിൽ പോകുമ്പോൾ, അതാത് പ്രദേശങ്ങളിലുള്ള മലയാളി കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ പോകുമ്പോൾ അവിടെയുള്ളവരെ കൂടെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പരിപാടി മുന്നേറിയത്. വളരെ ആവേശകരമായ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു രീതിയും സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഓരോരുത്തരെയും പ്രത്യേകിച്ച് ആദരവിനോ, ഇവിടെ പ്രത്യേകിച്ച് സന്തോഷം എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ആശ്രയത്തെ സംബന്ധിച്ച് സംഘാടകരോ അല്ലെങ്കിൽ അതിഥികളോ ആതിഥേയരോ ഇല്ലാതെ എല്ലാവരും ഒരേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സമീപനമാണ് മാർഗഴിയെ സംബന്ധിച്ചിട്ടും ആശ്രയത്തെ സംബന്ധിച്ചിട്ടും. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി ഞങ്ങൾ ഉടനീളം ചെന്നൈയുടെ വിവിധ പ്രദേശങ്ങളിൽ, ഇവിടെ ശ്രീപെരുമ്പത്തൂരിൽ നിന്ന് 2 സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ GBH അപ്പാർട്ട്മെന്റിൽ പോയവരാണ്, അവര് 2 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തിരുപ്പൂരിൽ നിന്ന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മലയാളി മാർഗഴി മഹോത്സവത്തിലെ കലാകാരനായിട്ട് വന്ന ആള് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ വെറുതെ നമ്മുടെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ വന്നതാണ്. അപ്പൊ അങ്ങനെ ചെന്നൈയുടെ വിവിധ പ്രദേശങ്ങളിൽ കലയിൽ നമ്മുടെ നാട്ടു വഴക്കങ്ങളെ ഒക്കെ സ്നേഹിക്കുന്ന ഒട്ടേറെ ആൾക്കാർ ഈ യാത്രയിലുടനീളം ഞങ്ങളോട് സഹകരിക്കുകയുണ്ടായി. അതിന് ഇതുവരെ ചെന്നൈ അങ്ങനെ ഒന്നിനും നമ്മൾ അവകാശപ്പെടുന്നില്ല, എങ്കിലും ഒരു വേറിട്ട അനുഭവം ഈ ചാക്യാർ കൂത്ത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യമായി കിട്ടുന്ന ഒരു കലാനുഭവം എന്ന അർത്ഥത്തിൽ നമ്മുടെ ഒരു കാലത്ത് വിശേഷ വിനിമയത്തിനും അല്ലെങ്കിൽ ആശയ സമ്മേളനത്തിനും ഒക്കെ വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ ആളും അർത്ഥവും കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ച ഒരു ഉപാധിയായിരുന്നു ഈ ചാക്യാർ കൂത്ത്. അതിനെ പലരുടെയും ചില ബാലയൊക്കെ ചില ഒറ്റപ്പെട്ട പരിഹാസങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതിനെ ബാലയെന്ന് പരിഹസിച്ച് ചില കലാകാരന്മാരെന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിന് നല്ലത് മാത്രം അല്ലല്ലോ കിട്ടുന്നത്, കയ്യടി മാത്രം കിട്ടിയാൽ പോരാല്ലോ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടാണ്, പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അതാത് പ്രദേശങ്ങളിലുള്ള മലയാളി സമാജങ്ങളുടെ വിലയേറിയ സമയങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ അവതരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു കലാപ്രവർത്തകരുടെ ഒരു ഉദ്യമമായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ അനുഭവങ്ങളെയും ഒക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർ നമ്മളോട് സഹകരിച്ചു. അവരോട് എല്ലാവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ മെൻഷൻ ചെയ്ത ആൾക്കാരല്ലാതെ ഹരിയെ, അനിൽകുമാർ, അജിത്ത്, അങ്ങനെ ധാരാളം ആൾക്കാർ ഇതിന്റെ ഭാഗമായി നമുക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെലിബ്രിറ്റി ഉണ്ട്, അമരൻ എന്ന സിനിമയില്, അതായത് ഒരു വലിയ പ്രോജക്റ്റിൽ വിജയിച്ച ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കുന്ന അതിനോടൊപ്പമുള്ള നമ്മളുടെ പ്രിയങ്കരിയായ ഷൈകാദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2017 മലയാളി മാർഗഴി മഹോത്സവം എന്ന ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ച അതേ കാലം മുതൽ ചെന്നൈ മലയാളി സമൂഹത്തിൽ മുൻപും അതിനുശേഷവും ഒട്ടേറെ നാടക സമിതികളുമായി സഹകരിക്കുകയും ഒരു തികഞ്ഞ കലാകാരിയുടെ എല്ലാ താല്പര്യത്തോടും കൂടി അഭിനിവേശത്തോടും കൂടി ആണ് ഞങ്ങളുടെ ഈ പരിപാടികൾ നമ്മൾ കാണുന്നതാണ്. ചെന്നൈ മലയാളി സമൂഹം എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഈ സമൂഹത്തോട് ചേർന്ന്, അത് തീർച്ചയായിട്ടും മലയാളി മാർഗഴി മഹോത്സവത്തിൽ ഒരു പങ്കുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അങ്ങേയറ്റം നന്ദിയുണ്ട്. അതിന് ശ്രീ അമരാവതി ചേട്ടനെ വിളിക്കണം ആദരിക്കുവാനായിട്ട്. ഇതിനൊരു അസൂയക്കാരനായ ദേവദാസപ്പെട്ട് എന്നാലും ഈ കൂട്ടത്തില് സനലിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കവർ തിരിച്ച് മാർഗഴിയിലേക്ക് കൊടുക്കും എന്നാണ് പ്രതീക്ഷ.
കാരണം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുരേഷ് കുമാർ നിന്നെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വരാറുണ്ടോ, വരുന്നുണ്ടോ ഇല്ലയോ. എൻ്റെ ഭാര്യ കൂടെ ഞായറാഴ്ച രാവിലെ അങ്ങ് ഇറങ്ങിപ്പോകും, രാത്രിയിൽ തിരിച്ചു കയറും, വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കവർ വാങ്ങിയത്, അല്ലാതെ അല്ല. അവരോടൊക്കെ ഞാൻ പറയണം, സുരേഷ് കുമാർ എന്നെ നല്ലപോലെ ആശ്രയവും ആശാനും കൂടെ ചെന്നോട്ടെ. ഇതുപോലെ ഞങ്ങൾ മാർഗഴിയുടെ ഈ പ്രചരണത്തിന് ആദ്യമായിട്ട് എന്നെ സുരേഷ് വിളിക്കുമ്പോൾ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാടകങ്ങൾ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ വേറെ ആൾ കൂടെ ആണെങ്കിൽ ഞാൻ വരാത്ത സമയങ്ങൾ അങ്ങനെ ചിറ്റിലഞ്ചേരി നാരായണനെയും ഉൾപ്പെടുത്തും. അദ്ദേഹത്തിനും കുറച്ച് ചാക്യാരായിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ചെയ്യേണ്ടി തന്നെ വന്നു. പോയ സ്ഥലങ്ങളിലെല്ലാം നല്ല സ്വീകരണമായിരുന്നു. എവിടെ നമുക്ക് സദസ്സ് നിറഞ്ഞ ഇല്ലാത്ത ആ സ്ഥലങ്ങളിലാണ് കൂടുതലും നമ്മളെ സ്നേഹിച്ചതും നമ്മളെ കൈയെടുത്തതും അവരാണ്. JBSC എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയിട്ട് പോകുമ്പോൾ ഒരു 10-25 പേരുള്ളത്, പക്ഷെ അവിടെ കിട്ടിയ സ്വീകരണം. അതുപോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കുറവാണ്, പക്ഷേ അവരെല്ലാം നിറഞ്ഞ മനസ്സുള്ള സദസ്സ് ആയിരുന്നു എന്നതാണ് സുരേഷ് കുമാർ ഇങ്ങനെ ആശയം പറയുമ്പോൾ അതെ നല്ല ഒരു ആശയമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ തല വലിയ തലയാണ്, ഓറഞ്ചിരുന്ന് ആലോചിക്കുന്ന പ്ലാൻ കൂടെ കേടി പിന്നെ മതി. പിന്നെ അവരെല്ലാവരും ഇവിടെ ആശ്രയവും ആശാനും ഉള്ള ഭാരവാഹികൾ യാതൊരുവിധ ഇതുമില്ലാതെ പ്രവർത്തനമാണ് മുഖ്യമായി കാണുന്നത്. അതിൻ്റെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി വെയിറ്റ് ചെയ്തിട്ട് മീറ്റിംഗ് കഴിയുന്നത് വരെ നിന്ന്, എന്നാലും ചാക്യാരെന്ന് പറയുന്ന ആ വേഷം ജനങ്ങളിലേക്ക് എളുപ്പം പോകുമെന്നുള്ളത് സുരേഷ് കുമാറിന്റെ തലയിൽ ഉദിച്ചത് കൊണ്ടാണ് ഈ വിളംബരധാര ഇങ്ങനെ വിജയിക്കാൻ കാരണം. പാട്ടും അതിനനുസരിച്ച് അതിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തിയതും എല്ലാം. അതുകൊണ്ട് ഇനിയും ഈ വിളംബര ജാഥയുടെ കൂടെ പോകാനും ആശ്രയത്തിൻ്റെ കൂടെ നിൽക്കാനും ഈ സനൽകുമാർ എപ്പോഴും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യാത്രയിൽ ഒരു പ്രത്യേക എനർജിയാണ്. ഇതിൻ്റെ ആദ്യം ഈ ചാക്യാറിൻ്റെ വേഷവിധാനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രക്ഷോഭമാണ് ഇതിൻ്റെ എല്ലാ കിരീടവും മറ്റുമൊക്കെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തു തന്നത്. അദ്ദേഹത്തിനും നന്ദി. അതുപോലെ സജിനി എൻ്റെ കൂടെ മിഴാവ് കൊട്ടാൻ, മിഴാവില്ലെങ്കിലും ചെണ്ട കൊട്ടി മിഴാവാക്കിയ സജിനിക്കും എന്നോട് നന്ദി. ഈ യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരുന്നു ശ്രീ സമ്പത് കുമാർ. നിങ്ങൾ തമിഴ് വെച്ചു നമസ്കാരം. എൻ്റെ വൈഫ് മലയാളം എനിക്ക് ഇവർ ചെയ്ത് ഈ കേരളത്തിൽ ഞാൻ പഠിച്ചത് കേരളത്തിൽ അവിടെ ഈ ആശ്ര വിഭവങ്ങൾ ചെയ്തത് അവിടെ ഞാൻ കണ്ടു ഈ കലയണം മറ്റേ പുരാണ കലയണം അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കേരളത്തിൽ മാറിപ്പോയി. കേരളത്തിൽ ഇപ്പോൾ എല്ലാം അഭ്യാസം ഇവിടെ കാണുമ്പോൾ മക്കളെല്ലാം നമ്മുടെ കലയെല്ലാം എന്തുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് എൻ്റെ വൈഫ് വീണ്ടും എല്ലാ പ്രോഗ്രാമും ഞാൻ പോയി മലയാളം ഒത്തിരി ചണ്ടിയിൽ ഒരുപാട് മലയാളം കിട്ടുമായിരുന്നു. ഒരുപാട് 25 പ്രോഗ്രാമുണ്ട്. ഞാൻ എല്ലാം ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നത് ഭയങ്കര സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം.